ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം പെരുന്നാളായിട്ട് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു. പിന്നെ വിചാരിച്ചു വൈകുന്നേരം ഇറങ്ങാം. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഉച്ചവറായി. അപ്പം നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കിങ്ങിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ടൊരു സംഭവം നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ച് വെച്ചിട്ട് ഇതുവരെ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ എയർ ഫ്രയറാണ് സംഭവം. അപ്പോൾ ഇത് ഭയങ്കര ആഗ്രഹം തോന്നി നമ്മളിതിൽ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ആ സംഭവം പോയി മേടിച്ചത്, പക്ഷേ ഇതുവരെ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു പരീക്ഷണം നടത്താമെന്ന് കരുതിയിട്ട് അതിൽ ചിക്കനൊക്കെ വേവിച്ച് നമ്മളിതിലെ വീഡിയോസ് കണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അതിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടി അതിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനാണ് പ്ലാൻ. എന്താവും എന്നറിയില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ അത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിലേക്ക് വെക്കാനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ റെഡിയാക്കാനായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. നമുക്ക് ഇനി ഒന്ന് മസാല വെട്ടി വയ്ക്കാവേ. അപ്പോൾ മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്കിതിലേക്ക് ഓരോ പീസായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിടും. സാധാരണ നമ്മൾ വെള്ളം വെച്ചിട്ടാണൊന്ന് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഇതിൽ വീഡിയോസ് കണ്ടപ്പോഴും അതിൽ എന്താ പറയുക, എണ്ണയുടെ അംശം ഉണ്ടാവണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് താഴെ. അപ്പോൾ അത് കാരണം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ അതെ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് ഇനി ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അത് വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നത് സോയാ സോസും കുറച്ച് ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ചില്ലി സോസ് എടുത്ത് അതുപോലെ ഓപ്പൺ ചെയ്യാം. ചില്ലി സോസും കൂടെ ചേർത്തിട്ടുണ്ട്. അതെ കാണാമല്ലോ. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതെ ചിക്കൻ്റെ പീസിൽ നമുക്കത് തേച്ച് പിടിപ്പിക്കാം. അതേ നമ്മുടെ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചു. ഞാനിത് വലിയ പീസായിട്ട് തന്നെ മുറിച്ച് മേടിച്ചിരുന്നു. ഞാനിങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഇങ്ങനെ തന്നെ മുറിച്ച് മേടിച്ചിട്ട് വന്നത്. അപ്പോൾ ഇത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വെജിറ്റബിൾസ് ഒരുപാടൊന്നുമില്ല. മഷ്റൂമുണ്ട്, ക്യാരറ്റ്, സവാള, ഇത് മൂന്നേ ഉള്ളൂ. ഞാൻ പക്ഷേ ബ്രൊക്കോളി ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ ബ്രൊക്കോളി ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അത് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയും സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും കുറച്ച് നേരം ഒന്നിരിക്കട്ടെ. നമുക്ക് ഈ വെജിറ്റബിൾസിൽ വേറൊരു സംഭവം ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ വെജിറ്റബിൾസ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്ക് എന്തോ സംഭവം നമ്മൾ മേടിച്ചപ്പോൾ
കിട്ടിയിട്ടുണ്ട്. ചെറിയ അതിൻ്റെ വെച്ചേക്കുന്ന സാമ്പിൾ ഇതാണ്. നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇതിനെ ഇട്ടു. എന്താവും അറിയില്ല, എന്തായാലും തട്ടി നോക്കാം. ഫ്ലേവർ കിട്ടുമല്ലോ. അത് നമ്മൾ ഇട്ടു. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് പോയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് മഷ്റൂം കൂടി മിക്സ് ചെയ്യാം കേട്ടോ. എന്താവും എന്നറിയില്ല, പരീക്ഷണമാണ്, എന്തായാലും നോക്കാം. ഇതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കിയൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് പരീക്ഷണത്തിന് ഇറങ്ങാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫ്രൈങ് പാൻ എടുത്തു. അതെ, ഇതാണ് അകം സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രൈങ് പാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ താഴത്തെ പോർഷൻ. ഇതാണ് അതിനകത്തേക്ക് കയറ്റി വയ്ക്കുന്ന അകത്ത് സംഭവം. ഒന്നുകിൽ ബട്ടർ പേപ്പർ വെക്കണം, അല്ലെങ്കിൽ എണ്ണ തടവണം. ഇതിൽ രണ്ടും ഏതെങ്കിലും ചെയ്യണം. അപ്പം നമ്മൾ ഈ സംഭവം ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് സംഭവം അതിലപ്പം എന്താ പറയുക, സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മളിത് വെച്ചപ്പോൾ തന്നെ ഓണായി, ലൈറ്റൊക്കെ കത്തി. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ലൈറ്റൊന്നും കത്തുന്നില്ല. അപ്പം നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായി. നമ്മൾ ഈശ്വര വാങ്ങിച്ച് വെച്ച് കുറേ നാളായിട്ട് ഉപയോഗിക്കാത്തപ്പോൾ ചീത്തായെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെയാണ് അതിൽ പറഞ്ഞത് ഈ സംഭവം അത് അതിനകത്ത് വെച്ചാൽ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. പിന്നെ നമ്മളിത് വെച്ചപ്പോൾ ഓക്കെ, സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിനകത്തൊന്ന് എണ്ണ തടവിയിട്ട് നമുക്ക് വെച്ച് നോക്കാം. എന്താവും എങ്ങനെയാവും എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ടോ, എണ്ണ തടവിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ എടുത്ത് വെച്ച് നോക്കാം. ഒരു പീസ് ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. ഒന്നുകിൽ ഒരു പീസും കുറച്ച് വെജിറ്റബിൾസും വെക്കണം, അല്ലെങ്കിൽ 2 പീസ് വെച്ചിട്ട് അതിന് ശേഷം വെജിറ്റബിൾസ് വെക്കണം. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ അതേ ഞാൻ ചിക്കൻ്റെ പീസ് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് 2 പീസ് ചിക്കൻ ഒന്ന് വെച്ച് നോക്കാം ആദ്യം, എന്താവും എന്നറിയാം. ശരിയായാൽ മതിയായിരുന്നു. നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മളത് ഇതുമായിട്ടൊന്ന് സെറ്റായില്ലല്ലോ. അത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കണ്ടാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റോ 20 മിനിറ്റോ വെച്ച് നോക്കാം. അതിൽ 15 മിനിറ്റാണ് പറഞ്ഞത്, പക്ഷേ അത് കുഞ്ഞ് പീസായിരുന്നു. ഇതിപ്പോൾ വലിയ പീസ് ആയതുകൊണ്ട് 10-20 മിനിറ്റ് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ എന്താവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതേ ചിക്കൻ്റെ പീസ് ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അതിലേക്ക് വയ്ക്കാം. സംഭവം നമ്മൾ വെച്ചു, ടൈറ്റ് ചെയ്ത് അടയ്ക്ക്. ഓക്കെ, നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താവും. കുറച്ച് നേരം ഒരു എന്താ പറയുക, ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായി എന്നുള്ളത്. വെയിറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്ത്? 5 മിനിറ്റ് കഴിഞ്ഞ്. അപ്പം നമ്മൾ എന്തായാലും സംഭവം ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. കരിഞ്ഞിട്ടൊന്നുമില്ല, അല്ല എണ്ണ ഉണ്ടല്ലോ. സൗണ്ടൊക്കെ കേൾക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയപ്പോൾ ആയിട്ടില്ല, വേകാനുണ്ട്. ചൂടായി വന്നതേ ഉള്ളൂ. നമുക്കിനി ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനത് വീണ്ടും അതിലേക്ക് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണായി. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള സാധനം നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടാണ് ഇത്രയും ദിവസം നമുക്കത് ഒരു ഇൻട്രസ്റ്റ് വന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എളുപ്പമെന്ന് കരുതി നമ്മൾ വാങ്ങിച്ച സാധനമൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്കത് ചെയ്യാൻ തോന്നിയില്ല.
പറഞ്ഞ കണക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നാണ് നമുക്ക് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ എന്താവും നോക്കട്ടെ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് തന്നെ എല്ലാം എളുപ്പം. നമ്മൾ ഒരുപാട് ഇന്ന് അതിൻ്റെ വീഡിയോസ് കണ്ടു. എല്ലാം സംഭവങ്ങളും അതിനകത്ത് ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഇത്രയും എളുപ്പമുള്ള സാധനം വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാതിരുന്നത്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്ത്? 5 മിനിറ്റ് കഴിഞ്ഞ്. അപ്പം നമ്മൾ എന്തായാലും സംഭവം ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. കരിഞ്ഞിട്ടൊന്നുമില്ല, അല്ല എണ്ണ ഉണ്ടല്ലോ. സൗണ്ടൊക്കെ കേൾക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയപ്പോൾ ആയിട്ടില്ല, വേകാനുണ്ട്. ചൂടായി വന്നതേ ഉള്ളൂ. നമുക്കിനി ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനത് വീണ്ടും അതിലേക്ക് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണായി. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള സാധനം നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടാണ് ഇത്രയും ദിവസം നമുക്കത് ഒരു ഇൻട്രസ്റ്റ് വന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എളുപ്പമെന്ന് കരുതി നമ്മൾ വാങ്ങിച്ച സാധനമൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്കത് ചെയ്യാൻ തോന്നിയില്ല. പറഞ്ഞ കണക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നാണ് നമുക്കത് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ എന്താവും നോക്കട്ടെ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് തന്നെ എല്ലാം എളുപ്പം. നമ്മൾ ഒരുപാട് ഇന്ന് അതിൻ്റെ വീഡിയോസ് കണ്ടു. എല്ലാം സംഭവങ്ങളും അതിനകത്ത് ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഇത്രയും എളുപ്പമുള്ള സാധനം വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാതിരുന്നത്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സംഭവം എടുത്തു. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ചിട്ട് നോക്കട്ടെ. സംഭവം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം. ഇതിനെ തിരിച്ചിട്ടു. നമുക്കിതിനെ ഇത്തിരി ബട്ടർ വല്ല ഒന്ന് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാവേ. ആ ഒരു സ്മെല്ല് കൂടെ കിട്ടും അതിൻ്റെ. അപ്പം നാളെ തൊട്ട് അല്ലെങ്കിൽ അടുക്കള കയറൂല. നാളെ തൊട്ട് അത് എളുപ്പമായില്ലേ? എനിക്ക് അടുക്കള കയറണ്ടല്ലോ നിനക്ക്. അയ്യോ, നമുക്ക് ബാക്കി ടൈം കൂടെ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ടൈം വേണ്ടി വരുമായിരിക്കുമല്ലേ. കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടെ വേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നോർമലി ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈം ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി അത് വെക്കുമ്പോൾ ഓണാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി വെക്കേണ്ടി വരും. സംഭവം കൊള്ളാം കേട്ടോ. നമ്മൾ മീൻസ് ആ ഒരു മൊരിഞ്ഞ ഭാഗം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും വരും. നല്ല ആ ഒരു കറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ എന്താ അൽഫാമൊക്കെ നമ്മൾ വാങ്ങില്ല, ആ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയിരുന്നു. പക്ഷേ കുറച്ചുകൂടി വേകാനുണ്ടാവും. കാരണം വലിയ പീസായതുകൊണ്ട് കുറച്ചുകൂടി വേകാനുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഒരു 5 മിനിറ്റും കൂടി നമ്മൾ വെക്കാമെന്ന് വിചാരിക്കുന്നു. സംഭവം ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വേകാനുണ്ടാവും. കട്ടിയുള്ള പോർഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ വ്യത്യാസം കണ്ടു. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ കൂടി നമുക്ക് 5 മിനിറ്റ് വെച്ച് നോക്കാം. ആയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. ഈ പോർഷൻ എന്തായാലും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ടൈം വെച്ച് എടുത്തു. സംഭവം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നോക്കാം. കുറച്ചുകൂടി വേവാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. വെച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഇനിയൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത് സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഈ വെജിറ്റബിൾസും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താവും അറിയാമല്ലോ. നമ്മൾ ഈ വെജിറ്റബിൾസ് അതിനകത്ത് ഇട്ട് കൊടുക്കുവാണേ. ഈ സ്പേസിൽ ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് കൂടെ സെറ്റ് ചെയ്യാം. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം എന്തായിട്ട് വരും. അപ്പോൾ ഇതേ നമ്മൾ സംഭവം വെളിയിലെടുത്തു. ഇനിയിപ്പോൾ നോക്കട്ടെ മഷ്റൂം എന്തോന്ന് നോക്കട്ടെ. മഷ്റൂം കുറച്ചുകൂടി വേവാനുണ്ട്. ഒന്നാമത് ടൈം കംപ്ലീറ്റ് ആയിട്ടില്ല. ബാക്കി ടൈം കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം.
അപ്പോഴത്തേന് ഏകദേശം സെറ്റാവും. ചിക്കനിലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ടൈം ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, അപ്പോഴത്തേനും നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം വെച്ച സംഭവം സെറ്റായിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്, ചിക്കനും ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ. അതേ സംഭവം റെഡി ആയിട്ടുണ്ട്, എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ബാക്കി ചിക്കൻ്റെ പീസും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ടൈമിങ് അറിയാമല്ലോ. ഏകദേശം ഒരു ഇപ്പോൾ വലിയ പീസായത് കാരണം ഒരു 25 മിനിറ്റിന് മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് പീസാണെങ്കിൽ ഇത്രയും സമയം വേണ്ട, ഒരു 15-20 മിനിറ്റ്, അത് 25 30 മിനിറ്റോളം വെച്ചു. 2-3 പ്രാവശ്യമായിട്ട് ടൈം വെച്ചതല്ലേ. അപ്പോൾ എന്തായാലും ബാക്കി സംഭവം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇപ്പോൾ അത് വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റും കൂടി നമുക്ക് വയ്ക്കാം. ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടറും കൂടി അതിൻ്റെ പുറത്ത് തടകിയിട്ടുണ്ട്. അപ്പോൾ സംഭവം റെഡിയായി. പിന്നെ ഞാൻ ഈ ഒരു സംഭവം നമ്മുടെ കോൺ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ കോണിനെയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പരിപാടിയുണ്ട്, അതിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിൽ സംഭവം പനീറാണ്. അതും ഇതിനൊക്കെ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് സെറ്റ് ആവാനായിട്ട്. നമുക്ക് ഇനി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അപ്പോഴത്തേനും ഉച്ചത്തേക്കുള്ള സംഭവങ്ങളാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഗുബൂസ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും ഈ സംഭവങ്ങളും കൂടി കഴിക്കാമെന്നാണ് പ്ലാൻ. അല്ലെങ്കിൽ പിന്നെ ബന്ന് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ബന്ന് അല്ലെങ്കിൽ ഗുബൂസ് എടുക്കണം എന്നാണ് വിചാരിച്ച് വെച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി ഒന്ന് റെഡി ആയിട്ട് പനീർ, അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പനീറും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അതേ പനീർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, നമുക്കിതിനെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവമെല്ലാം സെറ്റ് ഉച്ചത്തേക്കുള്ള നമ്മുടെ ലഞ്ച് ഇന്ന് ഇതാണ്. മഷ്റൂം, ക്യാരറ്റ്, സവാള ഇതെല്ലാം കൂടെ വെജിറ്റബിൾസ് അങ്ങനെ വേവിച്ചെടുത്തത്, ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്, പനീർ ഫ്രൈ, കോൺ നമ്മൾ വേവിച്ചെടുത്തത്, പിന്നെ ഈ ബന്ന്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങളിന്ന് ഇതാണ് ഉണ്ടാക്കിയത്. പക്ഷെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തെല്ലാം ഫ്രൈങ് പാനിലാണ് ചെയ്തത്, എയർ ഫ്രയറിൽ. അപ്പോൾ എന്താ അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പനീറാണ് എടുത്ത് കഴിച്ച് നോക്കിയത്. ചിക്കൻ നമ്മൾ നേരത്തെ ട്രൈ ചെയ്തു, എല്ലാം സെറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി തൊട്ടെല്ലാം ഇത് തന്നെ. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ വെക്കാനുള്ള. അപ്പം എല്ലാം സെറ്റായി. അപ്പോൾ ഇനി കഴിക്കാൻ പോവാണ്. സംഭവം അപ്പോഴെപ്പോഴും ഒരു നേരം കഴിക്കുന്നുണ്ടായിരുന്നു, എന്നാലും ഇനിയിപ്പോൾ നേരെ കഴിക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പെരുന്നാൾ ആശംസകൾ. ഇത് കഴിഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, മെഹന്തി ഇടണം. ആ സംഭവം ഇതുവരെ ഇട്ടിട്ടില്ല, നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. ഇപ്പം എന്തായാലും ടാറ്റ.